വിളിച്ചവനെന്നും വിശ്വസ്തനല്ലോ, വാക്കുമാറാത്ത ദൈവമല്ലോ. വിളിച്ചവനെന്നും വിശ്വസ്തനല്ലോ, വാക്കുമാറാത്ത ദൈവമല്ലോ. വാനവും ഭൂമിയും മാറിപ്പോയിടിലും തന്തയെന്നും മാറുകില്ല. വാനവും ഭൂമിയും മാറിപ്പോയിടിലും തന്തയെന്നും മാറുകില്ല. മാറുകില്ല, മറയുകില്ല, തന്തയെന്നും മാറുകില്ല. മായുകില്ല, മറയുകില്ല, തന്തയെന്നും മാറുകില്ല. സുഭാഷിതം. ഏത് അധാർമികതയുടെ കാലത്തും വളരെ ആത്മാർത്ഥമായി ദൈവത്തെ സേവിക്കുകയും ഭയഭക്തിയോടെ ജീവിക്കുന്ന ഒരു കൂട്ടത്തെ നമുക്ക് കാണുവാൻ കഴിയും. മലാക്കിയുടെ കാലത്തും അതുണ്ടായിരുന്നു. അങ്ങനെയുള്ള ദൈവജനത്തെ നോക്കിക്കൊണ്ട് മലാക്കി പ്രവാചകൻ വിളിച്ചു പറയുന്നു, യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. Then those who feared the Lord spoke to one another, and the Lord listened and heard them. So a book of remembrance was written before him for those who fear the Lord and who meditate on his name. മലാക്കി 3:16. നാം തമ്മിൽ പറയുന്നത് യഹോവ ശ്രദ്ധ വെച്ചു കേൾക്കുന്നു എന്നാണ് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മുടെ വാക്കുകൾ എങ്ങനെയിരിക്കുന്നു? പ്രലോഭനങ്ങളും മാനസികവും ശാരീരികമായ പീഡനങ്ങൾ എന്ന് വേണ്ട ഒരു പടി പോലും മുന്നോട്ട് നീങ്ങുവാൻ കഴിയാതെ ഭാരപ്പെടുമ്പോൾ പുലമ്പുന്ന വാക്കുകൾ പോലും യഹോവ ശ്രദ്ധിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാക്കുകൾ പെരുകിയാൽ ലംഘനമില്ലാതെ ഇരിക്കയില്ല എന്നാണ് ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്. ഈ സന്ദർഭങ്ങളിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, എന്റെ നാവ് നിന്റെ നീതിയെയും നാളെല്ലാം നിന്റെ സ്തുതിയെയും വർണ്ണിക്കുമെന്ന് പറയാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. യഹോവ ഭക്തന്മാർക്കും അവിടുത്തെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി ഒരു ഓർമ്മയുടെ പുസ്തകവും അവിടെ എഴുതി വെച്ചിരിക്കുന്നു. നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകം. ഭാവിയിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണല്ലോ നാം എഴുതി വെക്കുന്നത്. ഇവിടെ ദൈവവും തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നു. കാര്യങ്ങൾ എഴുതി വെക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കുമെന്ന് നമുക്കറിയാം. എസ്തേറിന്റെ പുസ്തകത്തിൽ അഹശ്വേരോശ് രാജാവ് എഴുതി വെച്ചത് പിൽക്കാലത്ത് യഹൂദ ജാതിക്ക് ഗുണമായി ഭവിച്ചു. എബ്രായർ 6:10 എഴുതിയിരിക്കുന്നത്, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് ഒരുപക്ഷെ തോന്നിയേക്കാം. എന്നാൽ നിങ്ങളുടെ പ്രവൃത്തി, ക്ഷമ, അധ്വാനം, കഷ്ടത എല്ലാം ദൈവം അറിയുന്നു. ഇവയെല്ലാം ദൈവത്തിന്റെ ഓർമ്മയുടെ പുസ്തകത്തിലുണ്ട്. എബ്രായർ ലേഖനത്തിൽ പറയുന്നു, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ഈ ദൈവമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. യഹോവ ഭക്തന്മാരായവർക്ക് വേണ്ടി 3 പുസ്തകങ്ങൾ സ്വർഗത്തിലുണ്ട്. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ സന്തോഷിപ്പീനെന്ന്. വെളിപ്പാട് പുസ്തകം 20:15 രേഖപ്പെടുത്തിയിരിക്കുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന്. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവരുടെ പേരെഴുതുന്ന പുസ്തകമാണ് ജീവപുസ്തകം. 21:27 എഴുതിയിരിക്കുന്നത്, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കം പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. നിത്യജീവനിൽ കടക്കുന്ന കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവരുടെ വാക്കുകളും പ്രവൃത്തികളുമാണ് ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. സങ്കീർത്തനം 119:89 വാക്യത്തിൽ, യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ദൈവത്തിന്റെ വചനപ്രകാരമാണ് നാം യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത്. പൗലോസ് പറയുന്നു, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു.
അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു എന്ന് പൗലോസിനോട് ചേർന്ന് നമുക്കും പറയാം. ഗാഡ് ബ്ലസ് യു ആൾ വിത്ത് ദീസ് വേർഡ്സ്. രക്ഷകനേശു അവതരിച്ചു, ഇക്ഷിതിയെന്നും വെളിച്ചമേകാം. രക്ഷകനേശു അവതരിച്ചു, ഇക്ഷിതിയെന്നും വെളിച്ചമേകാം. കാൽവരിക്രൂശിൽ ചിന്തിയ രക്തം പാപങ്ങൾക്കെല്ലാം മോചനം